ശ്രീമതി ആനി രാജ, രാഹുൽ ഗാന്ധിക്കെതിരെയാണോ ആനി രാജ മത്സരിക്കാൻ ഒരുങ്ങുന്നത്? കേരളത്തിലെ UDFിനെതിരായാണ് LDFിൻ്റെ CPIയുടെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ്. CPIയുടെയും സീറ്റാണ് അത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനകത്ത് CPIക്ക് ലഭിച്ചിട്ടുള്ള 4 സീറ്റുകൾ, ആ 4 സീറ്റുകൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഒന്ന് വയനാടാണ്, തൃശ്ശൂരാണ്, മാവേലിക്കരയാണ്, തിരുവനന്തപുരമാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഈ 4 സീറ്റുകളിലും കോൺഗ്രസ് ആണ് അതിൻ്റെ ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ള MP മാർ. അപ്പോൾ ഇത് ഞാൻ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റിലല്ല, ഞാൻ മത്സരിക്കുന്നത് CPIയുടെ സീറ്റിലാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്നിപ്പോ ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ് എന്ന്. CPIക്ക് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിക്കരുത് എന്ന അഭിപ്രായമുണ്ടോ? അല്ല, ഇത് ഇതൊരു ലാർജർ ക്വസ്റ്റ്യൻ, ഒരു വിശാലമായൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും, ജനാധിപത്യത്തിൻ്റെ സമസ്ത മേഖലകളിലും, എല്ലാ ഇടങ്ങളിലും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നുഴഞ്ഞുകയറ്റം നടത്തി അതിനെയൊക്കെ വീക്കനാക്കി വെച്ചിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന തകർച്ചയിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചെറുപ്പക്കാർ ഏറ്റവും വലിയ 10-45-50 കൊല്ലത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം നേരിടുമ്പോഴാണ്, കർഷകരെ ഇവിടെ വെടിവെച്ചു കൊല്ലുന്ന, അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന, ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇന്ത്യയിലെ CPIയും ഇടതുപക്ഷവും തീരുമാനിച്ചത്. അവരുടെ പാർട്ടി കോൺഗ്രസ്സുകൾ, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സുകൾ ഞങ്ങൾ ചർച്ച ചെയ്ത് വിലയിരുത്തി വന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ ഇടത് ശക്തികളെല്ലാം തന്നെ ഒന്നിച്ചു നിൽക്കണം. ഈ അതാണ് എന്റെ ചോദ്യം ശ്രീമതി ആനി രാജ. അതായത് CPI ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷിയാണ്. അങ്ങനെ കോൺഗ്രസും CPIയും 2 ഘടകകക്ഷികൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടത്തുകയാണ്. ഇപ്പോൾ 2 സാധാരണഗതിയിലുള്ള നേതാക്കളാണെങ്കിൽ പോട്ടെ, ഇതിപ്പോൾ CPIയുടെ മഹിളാ വിഭാഗം അധ്യക്ഷയാണ് താങ്കൾ, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അതിനകത്തൊരു ലോജിക്കിൻ്റെ പ്രശ്നമില്ലേ, ഒരു പൊളിറ്റിക്കൽ കോമൺ സെൻസിൻ്റെ പ്രശ്നമില്ലേ? ഇല്ല, ഇവിടെ ഒരു ലോജിക്കൽ ഇൻസെൻസിറ്റിവിറ്റിയും ഇവിടെയില്ല. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യ അലയൻസിൻ്റെ മീറ്റിങ്ങുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യ അലയൻസ് എന്നുള്ള സംഭവം കേരളത്തിൽ നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സംവിധാനം, LDF വേഴ്സസ് UDF എന്നുള്ള, LDF-UDF എന്നുള്ള 2 മുന്നണികളാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നിലനിന്ന് വരുന്നത്. ആ മുന്നണികൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത്. ആ സംവിധാനം തുടരും എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലുള്ള മുഴുവൻ പാർട്ടികൾക്കും അവർ ആ ചർച്ചകളിലൊക്കെ തന്നെ അത് പറയുകയും അതങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സ്ഥിതികൾക്കനുസരിച്ച് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് വരുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കണം എന്നാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ നേരിടുന്നതിൽ ഏറ്റവും ശക്തമായി മുമ്പിൽ നിൽക്കുന്ന മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു വിരോധാഭാസവും കാണേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്നൊന്നുമില്ല, ഇവിടെ പ്രധാനം രാഷ്ട്രീയമാണ്. രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു എന്നാണോ ശ്രീമതി ആനി രാജ താങ്കൾ പറയുന്നത്? രാഹുൽ ഗാന്ധി വന്നോട്ടെ, മത്സരത്തിന് ഞാൻ തയ്യാറെന്നാണോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ CPI തീരുമാനിച്ച് ഞങ്ങളുടെ 4 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ ഞങ്ങൾ മത്സരിക്കുന്നു. ഞങ്ങളുടെ നിലപാട് അത് ജനപക്ഷ നിലപാടാണ്, അത് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടാണ്. അത് ആ നിലപാടിനെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുക,
ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ നിലപാടും. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആണ് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വമാണ്, ഞാൻ സംസ്ഥാന നേതൃത്വത്തോട് പറയുന്നില്ല, കേന്ദ്ര നേതൃത്വമാണ് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടത്. ആരുടെ പക്ഷത്താണ് അവരുള്ളത്, എന്ത് നിലപാടാണ് അവർക്കുള്ളത്. ഒരു സീറ്റിൽ വിജയിക്കുക എന്നുള്ള വളരെ ചുരുങ്ങിയ ഒരു രാഷ്ട്രീയവും നിലപാടുമാണോ, അതല്ല വിശാലമായി ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളിയെ BJP RSS എന്ന ഫാസിസ്റ്റ് വെല്ലുവിളിയെ പരാജയപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയവും നിലപാടുമാണോ ഉള്ളതെന്ന് അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിലൊരു വ്യക്തമായ വാചകങ്ങളിൽ എന്തുകൊണ്ടാണ് ശ്രീമതി ആനി രാജ താങ്കൾ പറയാതിരിക്കുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അങ്ങനെ ഒരു ഇന്ത്യ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വരാമായിരുന്നു. CPI എതിരാളിയായി നിൽക്കുകയും ചെയ്തു. അപ്പോൾ പോലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ലെഫ്റ്റിനെതിരെയാണോ രാഹുലിൻ്റെ പോരാട്ടം എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇന്ത്യ ബ്ലോക്ക് രൂപം കൊണ്ടിരിക്കുന്നു. അതിൽ കോൺഗ്രസിനെ പോലെ തന്നെ CPIയും ഉണ്ട് എന്നതാണ്. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എന്തിന് കേരളത്തിൽ വന്ന് CPIക്കെതിരെ മത്സരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത്. അക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം ഉണ്ടോ ആനി രാജയ്ക്ക്? അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നതിനെ CPI സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ തന്നെ വന്നു മത്സരിക്കുമ്പോൾ CPI ചോദിച്ച്, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷം മാത്രമല്ല ബാക്കിയുള്ളവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടി കേരളത്തിൽ വന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. അത് ഈ ഇന്ത്യ അലയൻസോ അല്ലെങ്കിൽ വർഗീയ ഫാസിസം ഇത്രയേറെ പത്തിവിടർത്തി ആടാത്ത ഒരു സമയത്താണ്. ഇപ്പോൾ എല്ലാ മേഖലയെയും കീഴടക്കി കഴിഞ്ഞ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് അറിയത്തില്ലാത്ത അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യം അത്തരത്തിൽ നീങ്ങുമ്പോൾ അവിടെയാണ് ഈ ചോദ്യം ഒന്നുകൂടി ശക്തമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ലക്ഷ്യം എന്താണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ്. ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണോ അതോ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ ലക്ഷ്യം? അതാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം പറയണമെന്ന്, സംസ്ഥാന നേതൃത്വം അല്ല അത് പറയേണ്ടത്. അതിനനുസരിച്ചുള്ള നിലപാടുകളാണ് വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ 4.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ആനി രാജ മത്സരിക്കുന്നത് ജയിക്കാനാണോ അതോ ഭൂരിപക്ഷം കുറയ്ക്കാനാണോ? CPI അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ നിർത്തുന്നത് അത് ജയിച്ചു വരുന്നതിന് വേണ്ടിയാണ്. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ നിലപാടും അത് ജനപക്ഷ രാഷ്ട്രീയമാണ്. ആ ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയമനിർമ്മാണ സഭകളിൽ അത്തരത്തിലുള്ള നടപടികൾ, അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ അചഞ്ചലമായി നിന്നുകൊണ്ട് എന്തു വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു EDയെയോ CBIയെയോ കാണിച്ച് ഒരു ദുർബലപ്പെടുത്താവുന്നവരല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ വേറെന്തിനും വലിയ ആരെങ്കിലും അവിടെ ഒരു സീറ്റുണ്ട് അതുകൊണ്ട് അവിടെ മത്സരിക്കുക എന്നുള്ളതല്ല. ജയിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുക എന്നുള്ളതാണ്, വെറും ഒരു സീറ്റ് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല. നോക്കൂ ശ്രീമതി ആനി രാജ, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നു ആനി രാജയ്ക്ക്. കേരളത്തിലെ ഏറ്റവും ശക്തനായ BJP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നു തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്. ഏറ്റവും ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നു തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ. അതൊരു രാഷ്ട്രീയമായ വെല്ലുവിളിയല്ലേ CPIയെ സംബന്ധിച്ചിടത്തോളം? പ്രത്യേകിച്ച് CPIക്ക് ഇപ്പോൾ ദേശീയ പദവി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കടുത്ത അവസാന തുരുത്ത് കേരളമാണല്ലോ. ഏറ്റവും കടുത്ത വെല്ലുവിളിയാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ നേരിടുന്നത്. CPIയുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് CPIയുടെ മാത്രം, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നേരിടുന്നതിന് മറ്റൊന്നും തകർക്കാനാവാത്ത ശക്തിയാണ് CPIയും ഇടതുപക്ഷവും എന്നുള്ള അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്, ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ളത് ഈ ഇടതുപക്ഷം മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിൽ നിന്നും ആ ഇടതുപക്ഷത്തിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരിക എന്നുള്ളതാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സീറ്റുകളും വിജയിച്ചു വരിക എന്നുള്ളതാണ്. അതിന് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വെല്ലുവിളികളുണ്ടാകും, അതിൻ്റേതായ മറ്റു പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ തന്നെ തരണം ചെയ്യാമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസവും അതിനുള്ള സ്ട്രാറ്റജിയും നെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത്.
ആനി രാജ CPI-യുടെ വയനാട് സ്ഥാനാർത്ഥി. നന്ദി ശ്രീമതി ആനി രാജ പ്രാഥമികമായി പ്രതികരിച്ചതിന്.